കളർ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ചേച്ചി ഏത് കളറാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എത്ര രൂപയായി, കുറേ സമയമെടുക്കുമോ, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഹെയർ ഡാമേജ് ആവുമോ എന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് പേരോട് ചോദിക്കേണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഹെയർ കളറിങ്ങിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. കാരണം എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ചെയ്യുമ്പോഴത്തേക്കും അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. കാരണം ഞാനും അനിയത്തിയും കൂടെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയുടെ മുമ്പിൽ അത് ചെയ്യാമെന്നുള്ള എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു. സോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. ഈ കഴിഞ്ഞ 2020 എൻ്റെ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ ഈവൻ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ പോലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലേറ്റർ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ ഹെയർ കളർ ചെയ്തത് ഒരു മാസം ഏകദേശം ആയിട്ടുണ്ടാവും. കാരണം ഡിസംബറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ ഒരു ഡിസംബർ പകുതി ആ ഒരു സമയത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഹെയർ സ്ട്രൈറ്റും കൂടെ ചെയ്തത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് സ്ട്രീക്സിൻ്റെ ഹെയർ കളറാണ്. കഴിഞ്ഞ തവണ ഞാനൊരു ഹെയർ കളറിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും കാർട്ടിൽ കൊടുത്തേക്കാം, നിങ്ങൾ കാർട്ട് ചെക്ക് ചെയ്താൽ മതി, അതിലെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അത് എങ്ങനെ യൂസ് ചെയ്യണം, അപ്പോൾ ഞാൻ ബ്ലോണ്ട് മാത്രമാണ് യൂസ് ചെയ്ത്, പ്രത്യേകിച്ച് ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ ഞാൻ ചെയ്ത് കോഫി ബ്രൗൺ ആണ്. കാരണം ബ്ലോണ്ട് എനിക്ക് മടുത്തു. കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കും മുടി ആകെ ഒരു മാതിരി ഉണ്ടായിരുന്നു, കളറൊക്കെ പോയി ഒരു മാതിരി ഉണ്ടായിരുന്നു. സോ അത് കാരണം എനിക്ക് ബ്ലോണ്ട് മടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ കോഫി ബ്രൗൺ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു കളറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ കയ്യിൽ ബോക്സ് പോലും എല്ലാം ഞാൻ കളഞ്ഞു. ടോട്ടൽ ഞാൻ 4 ബോക്സാണ് മേടിക്കേണ്ടത്. എനിക്ക് 2 അനിയത്തിക്ക് 2 എന്നുള്ള രീതിയിൽ. അപ്പം 4 കഴിഞ്ഞു. അത് ചെയ്ത് തീർത്തു എന്നുള്ളതാണ്. ശരിക്കും കുറച്ചും കൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ചെയ്യാൻ അത്ര ഇങ്ങോട്ട് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഇരിക്കും, കൊളായിട്ടിരിക്കും എന്നുള്ളത് സാരം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂസ് ചെയ്ത് സ്ട്രീക്സിൻ്റെ ഹെയർ കളറാണ്. അത് വന്നിട്ട് ഏകദേശം ഞാനിവിടെ എല്ലാം ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. സോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 320 റുപ്പീസാണ് 4 എണ്ണത്തിനും. 2 അതായത് 2 പാക്കായിരിക്കും ഒന്നില്ല. അപ്പം അങ്ങനെ 4 മേടിച്ചു എന്നുള്ളതാണ്. എല്ലാം കൂടെ 640 റുപ്പീസായി. സോ ഒരു ബോക്സ് എന്ന് പറയുന്നത് 160 ഗ്രാം അതിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ നല്ലൊരു ഹെയർ ഷാമ്പു യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. കാരണം നമ്മൾ ഇത് ചെയ്യുന്നതിന് മുൻപും ഇതിന് ചെയ്തതിന് ശേഷവും നമ്മൾ ഹെയർ നല്ലപോലെ കെയർ ചെയ്യണം. അത് എന്തൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഹെയർ നല്ലപോലെ ട്രീറ്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് അവർ കാണിക്കും എന്നുള്ളതാണ്. അത് ഏതൊരു ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ചെയ്തതിനേക്കാൾ മുമ്പായിട്ട് നമ്മുടെ തലയിൽ എണ്ണമയം ഒട്ടുണ്ടായിരിക്കാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ഷാമ്പു യൂസ് ചെയ്തിട്ട് തലയിലെ എല്ലാ എണ്ണയും പോക്കിക്കളഞ്ഞിട്ട് ഹെയർ പാഡ് ഡ്രൈ ചെയ്തിട്ട് നല്ലപോലെ, പാഡ് ഡ്രൈയോ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. സോ അത് വെച്ചിട്ട് മുടി നല്ലപോലെ ഉണക്കിയെടുക്കണം. ഈ ഉണക്കിയെടുത്ത ശേഷം ഒട്ടും വെറ്റായിരിക്കാൻ പാടില്ല, കംപ്ലീറ്റ് ഡ്രൈ ആയിരിക്കണം ഹെയർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു ക്രീം നമുക്ക് ശരിക്കും ഇത് 2 പാക്കറ്റിലാണ് ഉണ്ടാവും. അതായത് ഒന്ന് ഇതിൻ്റെ പൊടിയും ദെൻ അതിൻ്റെ ഒരു ക്രീമും. സോ ഫസ്റ്റ് നമുക്ക് ബ്ലീച്ച് ഉണ്ടാവും. ഈ ബ്ലീച്ചും അതിൻ്റെ ഡെവലപ്പറും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സംഭവം ഡെവലപ്പറും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോൺ മെറ്റാലിക് ആയിട്ടുള്ള ബൗളിൽ വേണം. ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഗ്ലാസ് കൈൻഡ് ഓഫ് ടംബ്ലറൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇതിൽ. ഞാൻ യൂസ് ചെയ്ത് ടംബ്ലറാണ്. കാരണം കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആണെന്ന് അതാണ് തോന്നിയത്. സോ കാരണം ഞാൻ ഗ്ലാസ് ടംബ്ലറാണ് യൂസ് ചെയ്തത്. സോ അത് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ അലൂമിനിയം ഫോയിൽ ഉണ്ടാവുമല്ലോ, നമ്മൾ സാധാരണ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ഇതെടുത്തിട്ട് നമ്മൾ ഏതൊക്കെ നമ്മളിപ്പോൾ സ്ട്രാൻഡ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് മുടി എടുക്കുക. ദെൻ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊരു സ്ട്രാൻഡാണെന്ന് കരുതുക. സോ എൻ്റെ മേലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുക. ദെൻ നമ്മളിത് മടക്കിയിട്ട് അവിടെ വെച്ചേക്കാം. ഓക്കെ, കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറും ഈ ഒരു പ്രൊഡക്റ്റുമായിട്ടുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതൊരു 30 to 40 മിനിറ്റ് വെക്കുമ്പോഴേക്കും നമ്മുടെ ഹെയറിൽ കംപ്ലീറ്റ് പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സമയമെടുത്ത് ചെയ്യരുത്. എല്ലാ സ്ട്രാൻഡ്സും വിതിൻ 15 മിനിറ്റ്സിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയണം. അല്ലാണ്ട്
ഒരുപാട് സമയം എടുത്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം എടുക്കാനേ പാടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു പരിധിയിലധികം സമയം എടുക്കാനേ പാടില്ല. അപ്പോൾ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ തന്നെ ബോക്സിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നെന്ന് മാത്രം. എനിക്ക് ഇത് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബ്ലോണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ തകരാറായിട്ട് എനിക്ക് തോന്നിയില്ല ബ്ലീച്ച് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ രണ്ടാമത് നമ്മൾ ഹെയറൊക്കെ കഴുകി വന്ന് വീണ്ടും നമ്മൾ സ്ട്രാൻഡ്സ് തപ്പുമ്പോഴാണ് എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ട്രാൻഡ്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കളറൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ എനിക്ക് ഭയങ്കര ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കുളമായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ അതുകൊണ്ട് എനിക്ക് മുടി അഴിച്ചിടാനൊരു വകുപ്പില്ല. അഴിച്ചിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ മുടിയിൽ ഇത് മാത്രമാണ് കാണാനുള്ളത്, വേറെ ഒന്നും കാണാനില്ല. പക്ഷെ ഈ ഒരു കളറിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് ഭയങ്കരമായിട്ട് മുടീനെ നമ്മളെ എന്താ പറയുക ചകിരി പോലെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചധികം ചകിരി പോലെ ആക്കും. ഞാൻ കുറച്ചൊന്ന് സ്ട്രൈറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുടി ഭയങ്കര ചകിരിയായിട്ട് പോകും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ കളർ നമ്മൾ പാർലർ ഹെയർ കളറിനെക്കാളും ഈ ഒരു ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെയറിനെ നല്ലപോലെ കെയർ ചെയ്യണം. എത്രത്തോളം നമുക്ക് കെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹെയർ കെയർ ചെയ്യണം എന്നുള്ളതാണ്. ഇതിനൊരു വലിയൊരു മോശമായിട്ടുള്ള സ്മെല്ലൊന്നും ഇല്ല. സോ അതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രശ്നമില്ല. ദെൻ നമ്മൾ ഇതൊക്കെ കഴുകി കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കളർ പൗഡറും അതുപോലെ തന്നെ ഡെവലപ്പറും മിക്സ് ചെയ്യണം. ദെൻ അത് നമ്മൾ സ്ട്രാൻഡ്സിൽ അപ്ലൈ ചെയ്യും. സോ അതിനുശേഷം നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക അലുമിനിയം ഫോയിലിൻ്റെ ആവശ്യമില്ല. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ടിന് നമുക്ക് അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ദെൻ നമ്മളത് യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 30 മിനിറ്റ്സ് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ വാഷ് ചെയ്ത് കളയുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക 15 മിനിറ്റ്സിൽ കൂടുതൽ ആപ്ലിക്കേഷനായിട്ട് എടുക്കാൻ പാടില്ല. സോ അതിനുശേഷം നമ്മൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകിക്കളയുന്നു. അപ്പോൾ ഈ ഒരു ഹെയർ കളറ് നമ്മുടെ റൂട്ട്സിലായാൽ കുഴപ്പമില്ല. പക്ഷെ അതല്ലാണ്ട് നമ്മുടെ ഈ ഫസ്റ്റത്തെ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നൊരു മിക്സ്ചർ, ഇത് നമ്മുടെ ഹെയർ റൂട്ടിലാവാൻ പാടില്ല. സോ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നമ്മുടെ ഹെയർ റൂട്ടിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഹെയർ കളറിങ് ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ഗ്ലൗസ് ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല. കയ്യിൽ ഗ്ലൗസ് നിർബന്ധമാണ്. സോ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് നല്ല നമ്മുടെ സ്കിന്നിൽ ഇതാവാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഗ്ലൗസ് ഇല്ലാണ്ട് ഒന്നും എന്താ പറയുക ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഗ്ലൗസ് അവർ തരുന്നുണ്ട്. സോ അത് കാരണം നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇവർ ഗ്ലൗസ് തരുന്നുണ്ട്, അത് മിക്സ് ചെയ്യേണ്ട ഒരു ബ്രഷ് തരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ബ്രഷ് തരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവസാനം നമുക്ക് യൂസ് ചെയ്യേണ്ട ആ ഒരു കണ്ടീഷണർ ഉൾപ്പെടെ അവർ നമുക്ക് തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ അല്ലെങ്കിൽ ഓവർ ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല. വളരെ കാര്യമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ഹെയർ കളർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ എടുക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. ഇനി എന്തായാലും ഒരു വർഷം എന്തായാലും കഴിയും. കാരണം ഈ ഒരു കളർ പോകുമ്പോഴത്തേക്കും എന്തായാലും സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ എന്തായാലും ഇനി ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അത്രയും തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പും കൂടെ വരുത്തിയേക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.